ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് നമ്മുടെ അനീഷേട്ട അങ്ങനെ പ്രപ്പോസ് ചെയ്യുകയാണ് അനുമോളെ. ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ലൈവിൽ ആ സംഭവം നടന്നു കഴിഞ്ഞു. പക്ഷെ അനുമോള് ചോദിക്കുന്നത് ഇത് ഫ്രാങ്ക് ആണോ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാവുന്ന കുറെ നാളുകൾക്ക് ശേഷം ഒരാൾ പറയുന്നത്, അതും കല്യാണം കഴിക്കാവുന്ന ഒരാൾ ചോദിക്കുന്നതെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ എന്താ ചെയ്യുന്നതെന്നറിയാം, ഇത് അനീഷ് അത് പറഞ്ഞതിന് ശേഷം തന്റെ പ്രാരാബ്ദങ്ങളുടെ ഘട്ടങ്ങോട്ട് അനുമോൾ അഴിക്കുകയാണ്. അത് അനീഷ് കുറെ നേരം കേട്ടോണ്ടിരിക്കുന്നു. ഇതിനിടയിലൂടെ അനുമോള് പറയുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണമെന്ന ആഗ്രഹത്തെ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. മുഖം ഇങ്ങനെ കടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ അനീഷ്. അതിന് ശേഷം ആ വീട്ടിലെ മുഖം കടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഈ വിവരം ആദിലയോട് പറയുന്നുണ്ട്. ആദില മിണ്ടാതിരുന്നില്ല. അങ്ങനെ ആദിലെ വിളിച്ച് നമ്മുടെ മാരുതി കോണറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അതില് പറയുന്നുണ്ട് എന്തായാലും തമാശക്ക് തുടങ്ങിയത് സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരനോട് തുറന്ന് പറ എന്താണെന്നുള്ളത് പറയാനായിട്ട് നമ്മുടെ ആദില അനുമോളോട് പറയുന്നു. പക്ഷെ അനുമോള് പറയുന്നത് എനിക്ക് പേടിയാവുമെന്ന് പറയാനായിട്ട്, എന്തെങ്കിലും പറയുമോ എന്നുള്ളത് പേടി. പുള്ളിക്കാരി അതിനുശേഷം പമ്മി പതുങ്ങി നടക്കുകയാണ് കേട്ടോ. അനുമോള് നമ്മുടെ കിച്ചൺ ഏരിയയിലോട്ടൊന്നും പോകുന്നില്ല. അനീഷ് നിൽക്കുന്നിടത്തോട്ട് പോകുന്നില്ല. ഇങ്ങനെ ദൂരെയൊക്കെ നിന്ന് നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുകയാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട് കേൾക്കാൻ ഒരു സുഖമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അതെങ്ങനെ പറയും, അപ്പൊ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല കേട്ടോ. അത് പുള്ളിക്കാരി പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം എന്റെ കല്യാണം നടക്കത്തുള്ളൂ. ഞാനൊരു ബ്രദറിനെ പോലെ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലെടുക്കും നൂറെടുക്കും പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരി ഈ സംഭവത്തെ കുറിച്ച്. വീട്ടിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ല ഈ വിവരം. ഇനി ഓരോരുത്തരോരോരുത്തരുടെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.